എല്ലാവർക്കും KM TV കർണാട്ടിക് കീബോർഡ് ലെസൺ പാർട്ട് 27 സ്വാഗതം. ഞാൻ അജയ് കുമാർ ജി. ഇന്ന് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പിൽ എനിക്കൊരല്പം കാര്യം പറയാനുണ്ട്. ദയവായിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് കേൾക്കണം. എനിക്ക് ഏതാണ്ട് 1669 സബ്സ്ക്രൈബർമാരുണ്ട്. അവരുടെ ത്രൂ ആണ് ഞാനിത് പറയുന്നത്. ദയവായിട്ട് ആരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലോ വീട്ടിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലോ അതെല്ലാം ദയവായിട്ട് നിർത്തണം. ഈ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ലഹരി നിർത്തിയിട്ട് പകരം എന്തിനെ സ്വീകരിക്കണമെന്നുള്ള ഞാൻ പറയാം. ഈ ലഹരിക്ക് ഒക്കെ മേളിലുള്ള 2 ലഹരി സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ദയവായിട്ട് അത് ഉപയോഗിച്ച് നോക്ക്. 1 വിദ്യാഭ്യാസം, 2 സംഗീതം. ഈ 2 ലഹരിക്ക് മേളിൽ ഒരു ലഹരിയുമില്ല ഈ ലോകത്ത് സുഖമുള്ളത്. ഇതിന് വേറൊരു ഗുണം കൂടുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യത്തെ ഹാനികരമായിട്ട് ബാധിക്കത്തില്ല. നാൾക്ക് നാൾ നമ്മുടെ മാനസികമായിട്ടുള്ള നില നന്നാകും. വിദ്യാഭ്യാസം കൊണ്ട് നേട്ടങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ 2 ലഹരി ഉപയോഗിക്കുക. 1 വിദ്യാഭ്യാസം, 2 സംഗീതം. നമുക്ക് ആനന്ദമായിട്ട് ജീവിച്ചു പോകാം. മറ്റുള്ള ലഹരി എല്ലാം വർജിക്കണം, ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ദയവായിട്ട് നമ്മുടെ യുവാക്കളുണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. പകരം ഞാൻ ഈ പറഞ്ഞ 2 ലഹരി ഉപയോഗിക്കണം. 1 വിദ്യാഭ്യാസം, സംഗീതം. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഈ കീബോർഡിൽ ഇതുവരെ നമ്മൾ 4 താളങ്ങൾ നമ്മൾ പഠിച്ചു, ജമ്പതാളം വരെ. 5ാമത്തെ താളം ത്രിപുട താളമാണ്. അതായത് ത്രിപുട താളം അടി 1 2, അടി വീച്ച്, അടി വീച്ച്. ഇതാണ് ഇതിൻ്റെ അംഗങ്ങൾ. അക്ഷരകാലം ഇതാണ്. ലഘു, ദ്രുതം, ദ്രുതം. ത്രിപുട താളത്തിൽ ലഘുവിന് 3 അക്ഷരമായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് ഇത് ത്രിപുട താളത്തിൽ ഉള്ള തിസ്ര ജാതിയാണ് ഇതിൻ്റെ. അപ്പം അതിൻ്റെ വരികൾ ഇപ്രകാരമാണ്. സാരി ഗ സാരി ഗ മ രി ഗ മ രി ഗ മ പ ഗ മ പ ഗ മ പ ദ മ പ ദ മ പ ദ നി പ ദ നി പ ദ നി സ സ നി ദ സ നി ദ പ നി ദ പ നി ദ പ മ ദ പ മ ദ പ മ ഗ പ മ ഗ പ മ ഗ രി മ ഗ രി മ ഗ രി സ. അപ്പോൾ ഇതിനി കീബോർഡിൽ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ത്രിപുട താളം തിസ്ര ജാതിയിലുള്ള സപ്തതാള അലങ്കാരം നമുക്ക് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. അതിലെ 1ാമത്തെ ലൈൻ സാരി ഗ സാരി ഗ മ സാരി ഗ സാരി ഗ മ. 2ാമത്തെ ലൈൻ രി ഗ മ രി ഗ മ പ രി ഗ മ രി ഗ മ പ. 3ാമത്തെ ലൈൻ ഗ മ പ ഗ മ പ ദ ഗ മ പ ഗ മ പ ദ. 4ാമത്തെ ലൈൻ
മാ പാദ മാ പാദ നീ മാ പാദ മാ പാദ നീ. അഞ്ചാമത്തെ ലൈൻ പാദ നീ പാദ നീ സ പാദ നീ പാദ നീ സ. അപ്പോൾ മേൽസ്ഥായി അതായത് താരസ്ഥായിലെ സായിലെത്തി. ഇനി അവിടുന്ന് മധ്യസ്ഥായി സായിലേക്ക് വരും. അടുത്ത ലൈൻ അതായത് സാനീദ സാനീദ പ സാനീദ സാനീദ പ. അടുത്ത ലൈൻ നീദ പ നീദ പ മ. ഒന്നുകൂടി നീദ പ നീദ പ മ. അടുത്ത ലൈൻ ധാ പ മ ധാ പ മ ഗ ധാ പ മ ധാ പ മ ഗ. അടുത്ത ലൈൻ പ മ ഗ പ മ ഗ രി പ മ ഗ പ മ ഗ രി. ലാസ്റ്റ് ലൈൻ മ ഗ രി മ ഗ രി സ മ ഗ രി മ ഗ രി സ. ഇതെല്ലാം ഒന്നുകൂടി ഞാൻ പറയുന്നു. നമ്മൾ മേളകർത്താരാഗ പട്ടികയിലെ 15ാമത്തെ മേളകർത്താരാഗമായ മായാമാളവ ഗൗള രാഗത്തിൽ വേണം ഇത് വായിക്കാൻ. അതിനുശേഷം നിങ്ങളൊരു മിനിമം സ്പീഡിൽ ഇതേ രൂപത്തിൽ വായിച്ചു പഠിക്കണം. ഇത് സാരി ഗ സാരി ഗ മ രി ഗ മ രി ഗ മ പ ഗ മ പ ഗ മ പ ധ മ പ ധ മ പ ധ നീ പ ധ നീ പ ധ നീ സ സ നീ ധ സ നീ ധ പ നീ ധ പ നീ ധ പ മ ധ പ മ ധ പ മ ഗ പ മ ഗ പ മ ഗ രി മ ഗ രി മ ഗ രി സ. ഇതേ രൂപത്തിൽ വായിച്ചു പഠിക്കുക. അപ്പോൾ ഇതാണ് ത്രിപുടതാളം തിസ്രജാതിയിലുള്ള സപ്തതാള അലങ്കാരമാണ് നമ്മൾ വായിച്ചത്. ദയവായി ഇതെല്ലാം മായാമാളവ ഗൗള രാഗത്തിൽ തന്നെ വായിച്ച് പഠിക്കണം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. ഈ ക്ലാസ് ഇടാൻ ഇച്ചിരി താമസിച്ചു പോയത് മറ്റൊന്നും കൊണ്ടല്ല, ശകലം ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഇടാൻ താമസിച്ചത്. അപ്പോൾ പഠിക്കുക. നന്നായിട്ട് ഏതെങ്കിലും ഭാഗം മനസ്സിലാക്കാത്തതുണ്ടെങ്കിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ദയവായിട്ടത് നിങ്ങളുടെ കമൻറ്റുകളിൽ അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.